ഗൈസ് ലെറ്റ്സ് കുക്ക് കുക്കർ ബിരിയാണി വിത്ത് us. സ്വാഗതം ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്നൊരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പി കണ്ടാലോ. അപ്പോൾ നമ്മൾ ആദ്യം ചിക്കനിക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, തൈര്, മല്ലിച്ചപ്പ്, പുതിന ഇതൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ പച്ചമുളകും കൂടി മിക്സ് ചെയ്യേണ്ടത്, അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ അത് റെസ്റ്റ് ചെയ്യുന്ന ഈ നേരം കൊണ്ട് നമുക്ക് കുക്കർ അടുപ്പത്തേക്ക് വെക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം അത് മാറ്റി വയ്ക്കുക. പിന്നെ ആ സെയിം കുക്കർക്ക് തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ കുറച്ച് നെയ്യ് ചേർക്കുക. നെയ്യ് ചേർത്തതിന് ശേഷം ഉള്ളി ഇട്ടിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് വഴറ്റി വയ്ക്കുക. അതിനുശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇതിനൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ മുളക് പൊടി അല്ലെങ്കിൽ മറ്റേ ബിരിയാണി മസാല അങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം മല്ലിച്ചപ്പും പുതിനയും കുറച്ചും കൂടി ഇട്ട് ചിക്കൻ ഇട്ട് അത് 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. ചിക്കൻ ഒരു ഹാഫ് കുക്ക് ആയതിനു ശേഷം നമ്മൾ അതിലേക്ക് ആ അരി ഇടുക. പിന്നെ അതിലേക്ക് കുറച്ച് നാരങ്ങ നീര്, പിന്നെ നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ച ആ ഓണിയനില്ലേ അത് അതിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ ഗരം മസാല, കുറച്ചുകൂടി തൈര്, പിന്നെ ചിക്കൻ സ്റ്റോക്ക് ഇത്രയും, അതായത് വെള്ളം കൂടി വേണം കേട്ടോ. ചിക്കൻ സ്റ്റോക്ക് മാത്രമായിട്ട് തികയില്ല. അരി എത്രയാണോ ആ സെയിം അളവ് തന്നെ വെള്ളം എടുക്കുക. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് ഒരു വിസിൽ വരുന്നവരെ അടച്ച് വയ്ക്കുക. അപ്പോൾ തന്നെ നമ്മുടെ സാധനം റെഡിയാവും. നമ്മൾ ആകെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അത് ആരും മറക്കരുത്. മുളക് പൊടി, ആ പൊടി, ഈ പൊടി ഒന്നും ഇടാൻ നിൽക്കണ്ട. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. ബൈ.